ഞാൻ ഈ ശുശ്രൂഷയുടെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ പരിജ്ഞാനത്തിന് വേണ്ടിയാണ്. ലോക രാഷ്ട്രീയത്തിലുള്ളതിനേക്കാളും മ്ലേച്ഛകരമായ പൊളിറ്റിക്സാണ് ഈ ആത്മീയ ഗോളത്തിലുള്ളത്. ഇതിനെക്കുറിച്ച് അല്പമെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വിശ്വാസ പാതയിൽ ഇതൊക്കെ വരുമ്പോൾ പതറിപ്പോകും, ഭയന്നു പോകും. നമ്മുടെ ആ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് യേശുവിൽ മാത്രമുള്ള കാര്യം. അതിൻ്റെ പുറകെ നമുക്ക് വേറെ ഒന്നുമില്ല. പൊളിറ്റിക്സോ ദുരുപദേശങ്ങളോ വ്യാജോപദേശങ്ങളോ വ്യാജപ്രവചനമോ വ്യാജാത്മാവോ മറ്റൊരു യേശു ഇതൊന്നുമില്ല. നമുക്ക് വേണ്ടി പാപയാഗമായി തീർന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഇൻഫാൻസി അങ്ങനെയാണ്. ആ കർത്താവ് ഇന്നും അന്നും എന്നും അനന്യൻ തന്നെയാണ്, മാറ്റമില്ല. നമ്മൾ സ്നേഹിച്ച നമ്മുടെ ഹൃദയത്തിൽ പകർന്ന സന്തോഷം സ്വസ്ഥതയൊക്കെയും തന്നെ അങ്ങനെ തന്നെ. എന്നാൽ ഈ മാർഗത്തിൽ, ഈ മരുഭൂമിയുടെ മാർഗത്തിൽ ഇത്തരം വഞ്ചനകൾ, ഒളിവുകൾ, ചതിവുകൾ, പൊളിറ്റിക്സ്, സ്ഥാനമാന മോഹങ്ങൾ, ഫെയിമുകൾ ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞ് അവയിൽ നിന്നും നമ്മൾ കറ പറ്റാതെ നാം സൂക്ഷിച്ചൊഴിയണം. അതിനാണ് ദൈവം നമ്മളിതൊക്കെ പഠിപ്പിക്കുന്നത്, കാണുവാൻ കേൾക്കാൻ. നമുക്ക് അത്തരം അവസരങ്ങൾ ഉണ്ടാകരുത്. ലോകരാഷ്ട്രീയത്തിലുള്ളതിനേക്കാളും മ്ലേച്ഛകരമായ രീതികളാണ് ആത്മീയ ഗോളത്തിൽ ശത്രു കൊണ്ട് നുഴഞ്ഞു കയറ്റിയിരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ആത്മാക്കളെ ദൈവസന്നിധിയിൽ സിദ്ധന്മാരാക്കണം എന്നതിന് ആ ലക്ഷ്യം വിട്ട് ആദ്യ നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ പെന്തക്കോസ്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അത് വിട്ട് ആളെ കൂട്ടണം എന്നുള്ള ചിന്താഗതി കടന്നു ശത്രു കൊണ്ട് ഇട്ടതാണ്. അപ്പോൾ എന്തായി? ഉപദേശത്തിൽ അഴിവുകൾ വരുത്തി, ഉപദേശത്തിൽ നീക്കുപോക്കുകൾ വരുത്തി, ഈ സിദ്ധരാക്കും എന്ന കാര്യം തന്നെ മറന്നുപോയി. അങ്ങനെ നുഴഞ്ഞു കയറ്റക്കാർ, സമ്മിശ്ര ജാതികൾ വേണ്ടത്ര വന്നു കയറി പാസ്റ്റർമാരായി, സെൻട്രൽ പാസ്റ്റർമാരായി, ഓർഗനൈസേഷൻ്റെ തലപ്പത്ത് കയറി ഉപദേശത്തെ മാറ്റി, മോറലിനെ മാറ്റി, സകലവിധ വ്യാജാത്മാക്കളുടെ പ്രവൃത്തികളും കടന്നു വന്നു. എങ്കിലും ഫിലിപ്പിയുടെ കൈസരിൽ വെച്ച് ഒരുവൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന്. തൻ്റെ ശരീരമാകുന്ന സഭയിൽ ഡിഫൈൽമെൻറ്റ് വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ പണിയാണ്. ഏതെങ്കിലും കാരണവശാൽ ഒരു ഡിഫൈൽമെൻറ്റ് വരികയാണെങ്കിൽ നേരത്തെ ദേവദാസന്മാർക്ക് വാണിംഗ് തരും. ആ വാണിംഗ് അനുസരിച്ച് കൊണ്ട് ശുശ്രൂഷയിൽ കൂടി ആയിക്കോട്ടെ, പേഴ്സണൽ ഉപദേശങ്ങളിൽ കൂടി ഒക്കെ ആയിട്ട് പല പ്രാവശ്യം വാണിംഗ് തരും. അവർക്ക് മനസ്സിലാകത്തക്കാണ് വാണിംഗ് തരും. എന്നിട്ടും നിസാരമായി കണക്കിട്ടാൽ ചിലപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഛേദിച്ച് കളയും. അവൻ്റെ ലക്ഷ്യമാണ് അവൻ്റെ ശരീരത്തെ പരിപാലിക്കുക എന്നുള്ളത്. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച പറഞ്ഞ ഉപദേശം. എൻ്റെ കാന്ത കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന ഉറവ്, നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന കിണർ, ഇതിനകത്ത് പുറമേ നിന്നുള്ള ഒന്നും തന്നെ വരുവാൻ അനുവദിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 99% ഈ പുറമേ നിന്നുള്ള വെള്ളമാണ്, അന്യജലമാണ് പകരുന്നത്. അതിനകത്ത് ചെറിയൊരു കൂട്ടം, അതാ കർത്താവ് തന്നെ പറഞ്ഞത്, വിളിക്കപ്പെട്ടവർ അനേകർ, ഇവരൊക്കെ വിളിക്കപ്പെട്ടവർ തന്നെയാണ്. പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കമാണ്. ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കഷ്ടതയുടെ തീച്ചൂളയിൽ നാം ആരെ ആശ്രയിക്കുന്നു എന്നുള്ളതിലാണ്. യശയ്യാപ്രവചനം 49:8 വാക്യത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഞാൻ നിന്നെ കഷ്ടതയുടെ തീച്ചൂളയിലാകുന്നത് തിരഞ്ഞെടുത്തെന്നാണ്. ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കഷ്ടതയുടെ തീച്ചൂളയിൽ നാം അവനെ ത്യജിക്കുന്നുവോ, വിശ്വാസം ത്യജിക്കുന്നുവോ, അല്ലെങ്കിൽ അവരിൽ മാത്രം ആ ജീവൻ. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം വേണം ദൈവവചനം കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയൊക്കെ. ചടങ്ങിന് വേണ്ടി ശുശ്രൂഷ കേട്ടോ. നമ്മുടെ ഈ ഉള്ളിലിരിക്കുന്ന ഈ പ്രാണനും ആത്മാവിനും അന്തമില്ല. ഈ ശരീരത്തിന് ഒരു മാറ്റമുള്ളൂ. ഇതിനകത്തിരിക്കുന്നത് പോലെ തന്നെയാണ്. അതേ കേപ്പബിലിറ്റീസും എല്ലാ ആട്രിബ്യൂട്ട്സോടും കൂടെ തന്നെയാണ് ഇതിനകത്തുനിന്ന് പുറത്തു പോകുന്നത്. എത്രയോ ക്ലാസ്സുകൾ കൂടെ പഠിച്ചിട്ടുണ്ട്. അതേ ഇമോഷനും അതേ ഇൻ്റലക്റ്റും എല്ലാം തന്നെ ഈ ശരീരം വിട്ടാലും ഉണ്ട്. സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തുവിൽ വസിക്കുവാൻ തക്കവണ്ണം ദൈവ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചത്, സ്തോത്രം,
ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒടുവിൽ എന്ന വാക്ക് അപ്പോസ്തലൻ ഉപയോഗിക്കാനുള്ള കാരണം എന്നതിനെ കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചു വന്നത്. അത് ചിന്തിക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഉത്തമഗീതത്തിൽ എഴുതിയിരിക്കുന്നത്. തൻ്റെ കാന്ത, തൻ്റെ മണവാട്ടി, മണവാളം പറയുകയാണ്, ബ്രൈഡ്ഗ്രൂം പറയുകയാണ്, തൻ്റെ മണവാട്ടി കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം, കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം, 4 വശത്തു നിന്നും പുറമേയുള്ള ഒന്നിന് വന്ന് കയറുവാൻ ഇടം കൊടുക്കാത്ത തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ. അതിനകത്തൊരു നീരുറവയുണ്ട്, ഒരു വെല്ലുണ്ട്. അത് ആ തോട്ടത്തിലെ അകത്തുള്ള ഫലവൃക്ഷാദികളെ നനയ്ക്കുവാൻ വേണ്ടിയുള്ളതാണ്. വിവിധമനമായ ഫലങ്ങളുള്ള വൃക്ഷങ്ങൾ അതിനകത്തുണ്ടാകും. അവയെ നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ തോട്ടത്തിൽ ആ നീരുറവ അടച്ചിരിക്കുന്നതാണ്. പുറമേ നിന്നുള്ള സ്ട്രീംസ് ഒന്നും അതിനകത്ത് വരാൻ പാടില്ല. അത് വന്നതെടുത്ത് സ്ട്രീം, പഴയ അഴുക്കുള്ള സ്ട്രീം എന്തെങ്കിലും വന്ന്, അല്ലെങ്കിൽ വിഷകരമായ സ്ട്രീംസ് കടന്നു വന്നിട്ട് ഈ ഫലവൃക്ഷങ്ങൾക്ക് ഒഴിച്ചെടുന്നുണ്ടാവും. ആദ്യം അതിൻ്റെ ഫലം ചിലപ്പോൾ ഇലയൊന്ന് വാടും, പിന്നെ ഫലത്തിന് കേട് സംഭവിക്കും, ഫലത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയും, അവസാനം പോയി ഫലം കൊടുക്കാതെയാവും. പിന്നെ തോട്ടക്കാരെന്ത് ചെയ്യേണ്ടി വരും? വെട്ടി കേടാത്ത തീയിലിട്ട് കളയേണ്ടി വരും. ഇതെല്ലാം സീരിയസ് ആയ കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തൊരു മെസ്സേജ് ഒരിക്കലും പറയാറില്ല. തീം അറിയാം. അതുകൊണ്ട് ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ്, ഞാൻ യജമാനൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്, എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അടച്ചിരിക്കുന്ന ഒരു നീരുറവയാണ്. ഞാൻ പുറമേന്നുള്ള ഒരു സ്ട്രീമും ഞാൻ കൈക്കൊള്ളുകയില്ല. ബെരോവയിലുള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തെസ്സലോനിക്കാരോട് കമ്പയർ ചെയ്യുമ്പോൾ വചനം കേൾക്കുക മാത്രമല്ല, ഇത് വാസ്തവത്തിൽ തിരുവെഴുത്തിലുള്ളത് തന്നെയാണോ എന്ന് അപ്പോസ്തലനെ പൗലോസ് പറഞ്ഞാലും വേണ്ടില്ല, ബർണബാസും പറഞ്ഞാലും വേണ്ടില്ല, ഈ ഞാൻ പറഞ്ഞാലും അത് ചോദന ചെയ്തിട്ട് യാതൊരു തെറ്റുമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദേവദാസനെ വിളിച്ച് ചോദിക്കാം, പാസ്റ്റർ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഇങ്ങനെ തന്നെയാണോ? ഇത് ഞങ്ങളുടെ ആത്മാവിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ക്വസ്റ്റ്യൻ ചെയ്യലല്ല, വിധിക്കലല്ല. നമ്മുടെ ആത്മാവിന് വലിയൊരു വിലയുണ്ട്. അതിന് ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്നത് നാം സ്വീകരിക്കുന്ന വചനം എങ്ങനെ സ്വീകരിക്കുന്നു. കർത്താവ് പറഞ്ഞല്ലേ, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു, എന്ത് കേൾക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ്. മുദ്രയിട്ടിരിക്കുന്ന കിണർ വെറുതെ പോകുന്നവർക്ക് ഏവർക്കും കോരി കൊടുക്കാനുള്ളതല്ല. യജമാനൻ അറിയാം ആർക്ക് കൊടുത്താൽ, ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുത്താൽ ഫലം കായ്ക്കുമെന്നുള്ളത്. പന്നിൻ്റെ മുമ്പിലെടുത്ത് മൊത്തിട്ട് കൊടുത്താൽ അത് നമ്മളെ കീറിക്കളയും. സ്തോത്രം. അപ്പോൾ ഒടുവിലൊന്ന് വാക്ക് ഞാൻ ചെറിയൊരു ഒരു മുഖവുര തന്നതാണ്. തൻ്റെ കാന്തൽ ഈ ചർച്ചിനെ കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന്. ഇനി നമ്മൾ എഫേസ്യ ലേഖനം കൊളോസ്യയിലെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലായിരുന്നു നമ്മൾ വായിച്ചു നിർത്തിയതാകിയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് വാതിരിക്കുന്നിടമായത് ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. സ്തോത്രം. നിങ്ങളുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവരോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ ആകാശമേഖലയിൽ വെളിപ്പെടുന്ന കാര്യം, ഫിസിക്കലായ കാര്യം, ഇപ്പോൾ വെളിപ്പെടുന്ന കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഐ ആം നോട്ട് വറി അബൌട്ട് ദാറ്റ്. അത് നടക്കും. ഇപ്പോൾ നമ്മൾ ഈ വെളിപ്പെടുന്നുണ്ടെങ്കിൽ യാതൊരു ഭയം വേണ്ട. കാകളത് കേൾക്കുമ്പോൾ വെളിപ്പെടും. ഇപ്പോൾ വെളിപ്പെടണം. നമ്മുടെ ജീവനായി ക്രിസ്തു ഇപ്പോൾ നമ്മളിൽ വെളിപ്പെടണം. അതാണ് നാം സ്നാനത്തിൽ പറയുന്നത്. വിശ്വാസ സ്നാനം ഏൽക്കുമ്പോൾ എന്തോ പറയുന്നത്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുകയാണ്. ഇനി വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ പറയുന്നത് എന്താണ്? ഞാൻ ഇനിയുള്ള കാലം പുനരുദ്ധാന ശക്തിയോടുകൂടെ ജീവിക്കും. ഈ പുനരുദ്ധാന ശക്തി വരണമെങ്കിൽ എന്ത് വേണം? അവിടെയാണ് ഈ സുവിശേഷത്തിന് ശ്രേഷ്ഠത കിടക്കുന്നത്. അത് പറയുമ്പോൾ മാത്രം അത്രയ്ക്ക് ആരും ഇഷ്ടമല്ല. അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാ. നിങ്ങൾ ആളെ കൊല്ലാൻ കൊണ്ടുപോവാ. ഈ സമ്മിശ്ര ജാതികൾ വരുമ്പോൾ യാത്രയിൽ പറഞ്ഞതൊക്കെ തന്നെയല്ലയോ? ചെങ്കടൽ കരയിൽ തുടങ്ങിയേ പറയാൻ തുടങ്ങി, മിസ്രൈമിൽ ഞങ്ങൾക്ക് സ്ഥലമില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളിവിടെ കൊല്ലാൻ കൊണ്ടുവന്നത്? മാരയുടെ അടുത്ത് വന്നപ്പോൾ 3 ദിവസം വെള്ളമില്ലാതെ നടക്കണം. അത് മരുഭൂമിക്കകത്ത്. മിസ്രൈമിൽ ഞങ്ങൾക്ക് സ്ഥലമില്ലാതെയാണോ നീ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? കുടിക്കാൻ വെള്ളം പോലുമില്ല. കണ്ടപ്പോൾ 3 ദിവസം യാത്ര ചെയ്ത് അതിദാഹിച്ച് ചെല്ലുമ്പോൾ കണ്ടത് വെള്ളം കയ്പ്. അത് കഴിഞ്ഞ് ആഹാരമില്ല, അപ്പമില്ല.
മിസ്രൈമിൽ ഞങ്ങൾ ഇഷ്ടംപോലെ തിന്നു കുടിച്ചവരാ, ഞങ്ങൾ ഈ മരുഭൂമി കൊല്ലാൻ കൂടി. ഇതാണ് മരുഭൂമി യാത്രയിൽ പരിശോധന വരുമ്പോൾ ദൈവദാസന്മാര് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി, നിങ്ങളുടെ ജീവനായി ക്രിസ്തുവിനെ നിങ്ങളിൽ വെളിപ്പെടുത്തി, നിങ്ങൾ ആ ടെൻഷൻ, ആ പരിശോധന ജയാശാലികളാക്കി ക്രിസ്തുവിനോട് സദൃശ്യന്മാരാകാൻ ശ്രമിക്കുമ്പോൾ സമ്മിശ്ര ജാതികൾ പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ തന്നെ, ലോകക്കാരായ മക്കൾ തന്നെ പറയും, ഈ ദൈവദാസനെ നിങ്ങളെ കൊന്നെന്ന്, ഈ പാസ്റ്റർ നിങ്ങളെ കൊന്ന്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ലൈവായിട്ട് നടന്ന സംഭവം തന്നെ ഞാൻ ആത്മാവിൽ വിവേചിച്ച് പറയുകയാണ്. മരുഭൂമി യാത്രയിൽ ക്രിസ്തുവിനോട് കൂടെ യാത്ര ചെയ്യവൻ ഇറങ്ങി പുറപ്പെട്ട ജനം സമ്മിശ്ര ജാതികളുടെ വാക്കല്ല കേൾക്കേണ്ടത്, നിന്നെ നടത്തുന്ന കർത്താവിനെയാണ് നോക്കേണ്ടത്. നിനക്ക് മുമ്പ് ഇതേ പാതയിൽ കൂടെ നടന്ന് ജയം പ്രാപിച്ച് മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നവനാണ് നിന്നെ വിളിച്ചിറക്കിയത്. ഒരു പാസ്റ്റർ അല്ല, ഒരു ഡിനോമിനേഷൻ അല്ല നിന്നെ വിളിച്ചിറക്കിയത്. മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന മത്തായി, അത്തിയുടെ കീഴകത്തോടിരുന്ന നഥനിയേൽ, ഇവരൊക്കെ വിളിച്ചിട്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടി തുടർന്നങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അടിയും കുത്തും ഉപദ്രവങ്ങളായിരുന്നു. ഇതിനാണോ നീ ഞങ്ങളെ മീൻ പിടിക്കുന്ന വേലയിൽ നിന്ന് പിടിച്ചുകൊണ്ട്? അവിടെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ല, വല്ലപ്പോഴൊക്കെ ഒരു പട്ടിണി ഉണ്ടാകും. ഇപ്പൊ ഇവിടെ ഉപദ്രവം. പക്ഷേ ഇന്ന് അവരെവിടെയാ? കാഹളനാഥ് കേൾക്കുമ്പോ അറിയാം അവരെവിടെയാണെന്നുള്ളത്, അവിടെ തേജസ് എന്താന്നുള്ളത്. അപ്പോൾ ഈ മരുഭൂമി യാത്രയിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് പരീക്ഷകളുണ്ട്, പരിശോധനകളുണ്ട്. അവിടെയൊക്കെയും നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടണമെങ്കിൽ, ഇപ്പോൾ വെളിപ്പെടണമെങ്കിൽ നിങ്ങളിലുള്ളത് ആ സെൽഫ് ക്രൂസിഫൈ ആകണം. ഇതാണ് സുവിശേഷത്തിന്റെ ശ്രേഷ്ഠത. ഇത് പറയുമ്പോൾ മാത്രം ആർക്കും വേണ്ട, നിങ്ങൾ കൊല്ലാൻ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുത്തുവാനാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾ സ്നേഹിച്ച് നിങ്ങളെ വഴി നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് തന്നെ നിങ്ങളിലുള്ള കുറവിനെ, നിങ്ങളുടെ ബലഹീനതയെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുമ്പോൾ അതൊന്ന് എക്നോളജി ചെയ്യുക. യെസ്, ഞാൻ ഇത്രയ്ക്കേ ഉള്ളൂ ലോർഡ്, എനിക്ക് മനസ്സിലായി, ഞാൻ ഇത്രയ്ക്കേ ഉള്ളൂ, നിന്നെ കൂടെ എനിക്ക് സാധ്യമല്ല. ഉയർത്തെഴുന്നേറ്റ മന്ന എനിക്ക് ഇപ്പൊ വേണം. ഇതാണ് ഈ മന്ന ഭക്ഷിക്കുന്ന രീതി. എത്ര പറഞ്ഞാലും കാര്യത്തോട് അടുക്കുമ്പോൾ വേണ്ട. തലപൊട്ടി അന്യഭാഷ പറയും, തകർത്ത അന്യഭാഷ പറയും. യഥാർത്ഥ കാര്യത്തോട് പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ദുരുപദേശമാണ്. ഇങ്ങനെയാണെങ്കിൽ എല്ലാവരും സ്വർഗത്തിൽ പോകുകയില്ല, നിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ. ഇനി വല്ലതും സംഭവിച്ചാൽ പറയും പാസ്റ്റർ കൊന്നു. ആരാ നിങ്ങൾ നിർബന്ധിക്കുന്നത് സ്നാനപ്പെടാൻ? എന്തിനാ സ്നാനപ്പെട്ടത്? ഡിനോമിനേഷൻ ചേരുവാനോ? സമ്പത്തിലും അനുഗ്രഹത്തിലും ആശ്വാസത്തിലും ജീവിക്കാനോ? ക്രിസ്തുവിന് ഭൂമി കിട്ടിയത് മാത്രമേ കിട്ടുകയുള്ളൂ. ഉദരത്തിൽ ഉരുവായ സമയം തുടങ്ങി വിളിക്കപ്പെട്ട പേര് നിന്ന പാത്രമാണ്. മറിയയുടെ പുത്രൻ, വേശ്യാപുത്രൻ. ആർക്ക് വേണ്ടിയാ വന്നത്? ഈ വിളിച്ചവനെ രക്ഷിക്കാൻ വേണ്ടി. അവസാനം വരെ കിട്ടിയത് അതാണ്. ഞാൻ വീണ്ടും അത് റിവൈവ് ചെയ്യാവുന്നതും കൂടെ നിങ്ങൾ സ്നാനപ്പെട്ടത് സ്വീകരിക്കാനാണ്. ഈ ലോകം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പക്ഷെ അതേ സമയത്ത് പാരലായിട്ട് നിങ്ങൾക്ക് ക്രിസ്തുവിനെ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനോടുകൂടെ അതേ അവകാശം കിട്ടിക്കൊണ്ടേയിരിക്കും. കൃപ വന്ന് അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. ഏത് വേണമെന്ന് ഇപ്പോൾ തിരഞ്ഞെടുക്കാം. ജീവനും മരണം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ക്രിസ്തുവിൽ മാത്രമേ ജീവനുള്ളൂ. നിങ്ങളുടെ ജീവനായ ക്രിസ്തു കാഹളനാഥം കേൾക്കുമ്പോഴല്ല വെളിപ്പെടേണ്ടത്, ഇപ്പോൾ നിങ്ങൾ വെളിപ്പെടണം. ഇപ്പോൾ വെളിപ്പെട്ടാൽ മാത്രമേ, കാഹളനാഥം കേൾക്കുമ്പോൾ പിന്നെ വേറെ പണിയൊന്നുമില്ല. ഇപ്പോൾ വെളിപ്പെടണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. ആ വെളിപ്പെട്ട് കിട്ടുന്ന നമ്മുടെ സ്വഭാവത്തെ, മനുഷ്യ സ്വഭാവത്തെ, ചിലപ്പോൾ ഭയമായിരിക്കാം, മരണഭീതിയായിരിക്കാം, ലജ്ജയായിരിക്കാം, മറ്റുള്ളവരോട് തർക്കിക്കുന്ന സ്വഭാവമായിരിക്കാം, സെൽഫ് ജസ്റ്റിഫൈസ് എന്ന സ്വഭാവമായിരിക്കാം, ദൈവത്തെ കുറ്റപ്പെടുന്ന സ്വഭാവമായിരിക്കാം. നീ എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞങ്ങളുടെ പഴയ അവസ്ഥയ്ക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ, പട്ടിണിയില്ലായിരുന്നു, രോഗമില്ലായിരുന്നു, ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. നിന്നെ പിന്നാലെ ഇറങ്ങി തിരിച്ചു തേണ്ട കഷ്ടത, നിന്ന പരിഹാസം, ജാതികൾ പോലും ഞങ്ങളെ ദുഷിക്കുന്നു, ഞങ്ങളുടെ വേലക്കാർ പോലും ഞങ്ങളെ ദുഷിക്കുന്നു, കൊല്ലുന്നു.
ഞങ്ങൾ പറയാത്തും ചിന്തിക്കാത്തതുമായ കാര്യം ഞങ്ങളെക്കുറിച്ച് ദൂഷണം പറയുന്നു. നീ ആരെ കർത്താവായി സ്വീകരിച്ചോ, ആരോട് ചേരുവാൻ സ്നാനപ്പെട്ടോ, ആ കർത്താവിനും ഈ ലോകം നൽകിയത് അത് തന്നെയാണ്. അപ്പം ഞാനൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. എനിക്കിത് പറയാനല്ല, ഒടുവിൽ എന്ന വാക്കിന് ഒത്തിരി വൈഡ് മീനിങ് ഉണ്ട്. വെറുതെ ഒന്നും കർത്താവിൽ ബലപ്പെടാൻ പറ്റില്ല. ക്രിസ്തു ഇവിടെ വെളിപ്പെടണം. നമ്മളിൽ ഓരോരുത്തരും വെളിപ്പെടുമ്പോഴേ അവൻ്റെ ബലം നമുക്ക് കിട്ടുകയുള്ളൂ. കർത്താവേനെ ബലപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ വിശ്വാസം. നിന്നെ കൂടാതെ കർത്താവിന് നിന്നെ ശക്തീകരിക്കാൻ സാധ്യമല്ല. നീ ഒരു മെഷീനല്ല, നീ ഒരു മോറൽ എലമെൻ്റാണ്, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര മനസ്സിൻ്റെ ഉടമയാണ്. നിന്നെ കൂടാതെ നിന്നെ ശക്തീകരിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. നിന്നെ കൂടാതെ നിന്നെ രക്ഷിപ്പാൻ ദൈവത്തിന് സാധ്യമല്ല. നീയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന പ്രവൃത്തിയാണ് ഈ സിദ്ധത പ്രാപിക്കുക, അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ കൂടെ യാത്ര ചെയ്യുന്നത്. ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അതെങ്ങനെയെല്ലാം നടക്കും ഇതിനെക്കുറിച്ച് അല്പമായിട്ട് നമുക്ക് എഫേസ്യ ലേഖനത്തെ ഒന്ന് ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം ഇൻട്രോഡക്ഷൻ ഇവിടെ പറഞ്ഞ് നിൽക്കുന്നത് കുറച്ച് സീരിയസ് ആയ വിഷയമാണ്. വെറുതെ വല്ലതൊക്കെ പറഞ്ഞു പോയിട്ട് ഈ പാസ്റ്റിങ്ങിനൊക്കെ പറഞ്ഞു ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പഠിച്ച് ദൈവത്തെ ദൂഷിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഒരുക്കം ആവശ്യമാണ്. നാം എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി വായിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് വായിച്ചു പോകും. നിങ്ങൾ പല പ്രസംഗങ്ങളും കേട്ടിട്ടുള്ളതായിരിക്കും. കർത്തസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം. അപ്പൊ ഒടുവിൽ കർത്താവിൽ ബലം പ്രാപിക്കണമെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. I therefore the prisoner of the Lord. ഞങ്ങൾക്കിത് പറഞ്ഞേ പറ്റുകയുള്ളൂ. You that they walk worthy of the vocation wherewith ye are called. നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമായി വണ്ണം. നിങ്ങളെ വിളിച്ചെന്തിനാ? ഈ ലോകത്തിന് സുഖസൗകര്യത്തോടെ ആശ്വാസത്തോടെ ആരും തന്നെ നിന്ദിക്കരുത്, ആരും തന്നെ പരിഹസിക്കാൻ, ആരും ഉപദ്രവിക്കരുത്, ആരും ഇതിനെ കുറിച്ച് ദോഷം പറയരുത്. ആ യേശുവിനോട് ചേർന്ന് മറ്റൊരു യേശു, അവരോട് ചേരുവാനല്ല നിങ്ങൾ സ്നാനപ്പെട്ടത്. ഉദരത്തിൽ ഉരുവായ സമയം തുടങ്ങി നിന്ന പാത്രമായി, നിന്ന വഹിക്കുന്നവനായി അന്ത്യത്തോളം. ആ നിന്നയുടെ അടയാളമാണ് ക്രൂശ്. റോമൻ ഗവൺമെന്റ് റോമൻ പൗരന്മാർക്ക് കൊടുക്കില്ല. അത് വഹിച്ചുകൊണ്ടാണ് ആ കാൽവിയുടെ യാഗപീഠത്തിലേക്ക് നടന്നു കയറുന്നത്. ഒരു ശരിയായ വിശ്വാസിയുടെ അന്ത്യം യാത്രയും ഇങ്ങനെ തന്നെയായിരിക്കും, ഓർത്തുകൊള്ളുക. എന്നിട്ട് പറയാണ്, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം. തെമ്മാടികളോട് ക്രിസ്തുവിന് സഭയിലുമായിട്ട് ബന്ധമില്ലാത്തോട് പൊറുക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. കാരണം ആ സ്പിരിറ്റ് നിങ്ങളെ കയറി ഓക്യുപ്പൈ ചെയ്യും. നിങ്ങളെ ദ്രോഹിക്കുന്ന, നിങ്ങൾക്കെതിരായിക്കൊണ്ട് പാര വയ്ക്കുന്നവൻ്റെ സ്പിരിറ്റ് നമ്മളെ കമ്മ്യൂണിക്കേറ്റ്, നമ്മളെ ക്യാൻവാസ് ചെയ്ത് നോക്കുമ്പോൾ ക്ഷമിക്കേണ്ടിയോ? വചനം തന്നെ പറയും, കർത്താവ് പഠിപ്പിച്ചത് അങ്ങനെയല്ലയോ? ശത്രുവിനെ ഒരു ചെകിണ്ട് തടിക്കുന്നത് മറിച്ചവിടെ കാണിക്കുകയൊന്നല്ലയോ? ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ക്ഷമിക്കേണ്ടിയോ? ഞാനങ്ങ് കയറി ക്ഷമിച്ചോ? ദുഷ്ടനോട് എതിർത്ത് നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ പഠിപ്പിച്ച കർത്താവ് തന്നെ ഏത് മഹാപരിതന്മാരുടെ തോളിലെ കൈയിട്ട് നടന്നത്? ഏത് പരീക്ഷന്മാരുടെ ശാസ്ത്രിമാരുടെ കയ്യിലെ തോളിലെ കൈയിട്ട് നടന്നത്? അപ്പോസ്തലനായ പൗലോസ് ഏത് പരീക്ഷന്റെ കൂടെ? അവൻ നല്ലൊരു പരീക്ഷനായിരുന്നു. ഏത് പരീക്ഷ മഹാപരിത ശാസ്ത്രിമാരുടെ കൂടെ തോളിൽ കൈയിട്ട് നടന്നത്? അപ്പൊ ആദ്യം നരകത്തിൽ പോകുന്നത് യേശു ആണല്ലോ. വഞ്ചിക്കപ്പെടലെ സേറ്റാൻ എന്ന് പറയുന്നത് വഞ്ചകനാണ്, ഉപായിയാണ്. നിന്റെ അടുത്ത് സുവിശേഷം യേശുവിന് നാമം തന്നെ പറഞ്ഞ് സുവിശേഷത്തിലെ വാക്യങ്ങൾ തന്നെ കോട്ട് ചെയ്ത് വരുമ്പോൾ വിവേചിക്കാൻ കഴിവുണ്ടാകണം. നിന്നെ വലയ്ക്കോ തക്കണം പൂജയും കർമ്മങ്ങൾ ചെയ്ത് ദുഷ്ടാത്മാവുമായിട്ട് ആവാഹിച്ച് നിന്റെ മുമ്പിൽ വരുമ്പോൾ സുവിശേഷത്തിന്റെ പ്രവൃത്തി വലിയ സൗമ്യതയോടെയും വിനയത്തോടെയും കൂടി ആയിരിക്കും. പക്ഷെ നിന്നെ ആരുമായിട്ട് ബന്ധപ്പെടുന്നത്? ആരോട് പറഞ്ഞിരിക്കുന്നത്? ദൈവസഭയ്ക്കാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. എഫേസ്യ ലേഖനത്തിന്റെ ആ ലെറ്റർ ആർക്കാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്? ആദ്യം വായിക്കണം. എല്ലാ ലേഖനത്തെയും, പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനങ്ങളിൽ ആർക്കാണ് ലേഖനം അഡ്രസ്സ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ മാത്രം എഴുതാത്തതുള്ളൂ. അപ്പൊ പൂർണ്ണ വിനയം സൗമ്യതയും ദീർഘക്ഷമയ്ക്ക് നടക്കേണ്ടത് എവിടെ? സഭയ്ക്കകത്ത്. എന്ന അപ്പോസ്തലനോട് വഴക്കുണ്ടാക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് പാമ്പിനെ പോലും ബുദ്ധിയുള്ളവരായി തീരുക, പ്രാവിനെ പോലെ
ഒഴിഞ്ഞു മാറാ. പാമ്പിനെ പ്രകോപിപ്പിച്ചാൽ മാത്രമേ അത് കടിക്കുള്ളൂ, അല്ലാത്തത് ഒഴിഞ്ഞു പോവുള്ളൂ. പണ്ട് കാലത്ത് ടോർച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഒരു വടി കൊണ്ട് നടക്കും, ഇങ്ങനെ റോഡിൽ തട്ടി തട്ടി നടക്കും. പാമ്പ് അതിൻ്റെ ഉദരം കൊണ്ട് സെൻസ് ചെയ്യും എന്തോ ശബ്ദം വരുന്നുണ്ട്, അത് ഒഴിഞ്ഞു മാറിപ്പോവുള്ളൂ. അപ്പോൾ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലം നമുക്ക് കിട്ടണമെങ്കിൽ ക്രിസ്തു തന്നെ നമ്മൾ വസിക്കണം. അതിന് വസിക്കണമെങ്കിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പൂർണ്ണ ബലിയത്തോട് സൗമ്യതയോട് ദീർഘക്ഷമയോട് നടക്കുകയും സഭയ്ക്കകത്ത് തന്നെ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യുക. നീ അപ്പത്തിന്റെ ഒരു അംശയാണോ? ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം നിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. ഈ അപ്പം ഒന്നായിരിക്കുന്നത് പോലെ ഇതൊന്ന് ഭക്ഷിക്കുന്നത് ഞങ്ങൾ ഏവരും ഒന്നാണെന്ന് വിളിച്ചു പറയുമ്പോൾ അവനുമായിട്ടുള്ള ബന്ധമാണ് പറയുന്നത്. അന്യോന്യം പൊറുക്കുക, അതിന് ലിമിറ്റില്ല. നീ ആരെ സ്നേഹിക്കുന്നോ അവന് എന്താണ് ബെനിഫിറ്റ് എന്ന് കണ്ട് അത് ചെയ്തു കൊടുക്കുന്നതാണ് അഗാപ്പേ ലവ്. അതാണ് ക്രൂശിൽ പ്രദർശിപ്പിച്ച ദൈവസ്നേഹം. ദ്രോഹികളും ശത്രുക്കളും മനസ്സുകൊണ്ട് അകന്നവരായി നമ്മെ ശിക്ഷാപാത്രമായിരിക്കുന്ന നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി തൻ്റെ പുത്രന് നൽകിയ ആ സ്നേഹമാണ് ദൈവസ്നേഹം. ഇതൊക്കെ പ്രസംഗിക്കും, പക്ഷെ അനുഭവത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ പറഞ്ഞില്ലയോ ഇങ്ങനെ പറഞ്ഞില്ലയോ അന്നൊന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ള കാര്യമുള്ളൂ. നീ താഴുമ്പോൾ നിന്റെ അകത്ത് എന്താണെന്നറിയാമോ? പുനരുദ്ധാന ശക്തി ക്രിസ്തുവിന്റെ അവൻ കൈകാര്യം ചെയ്യും, നിന്നിൽ കൂടെ തന്നെയാണ് കൈകാര്യം ചെയ്യുക. സ്തോത്രം. ഇതൊക്കെ വലിയ വലിയ പ്രസംഗങ്ങൾ പ്രസംഗിക്കുകയാണ്. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക. ചർച്ചിനകത്ത് ഞാൻ പറയുന്ന ഡിനോമിനേഷൻ ചർച്ച അല്ല, കത്തോലിക്കിനോ അല്ലെ എപ്പിക്കോസ്മോ ചർച്ചകളല്ലേ ഞാൻ പറയുന്നത്. ക്രിസ്തുവിന്റെ ശരീരമാവുന്ന സഭയെ കരിച്ച് പറയാണ്. അതിനകത്തുള്ള ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ, ഓർഗ്യുമെന്റ്സിലല്ല, ഉയർത്ത താഴ്ചകളിലല്ല, വൺനെസ്സിൽ. അതാണ് എഫേസ്യരിൽ നമ്മൾ 2-ാം അധ്യായത്തിൽ പഠിച്ചത്. ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി. ഓരോ പുതുമനുഷ്യനല്ല പറഞ്ഞിരിക്കുന്നത്, തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി ദൈവത്തോട് നിരപ്പിച്ചു. തന്നിലാണ് പുതുമനുഷ്യനാക്കി, അവനില്ലാതില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, തലയില്ലാത്ത മനുഷ്യ ശരീരം എങ്ങനെയായിരിക്കുന്നോ അങ്ങനെയായിരിക്കും ക്രിസ്തുവില്ലാത്ത സഭ. തലയില്ലാത്ത മനുഷ്യ ശരീരം ജീവൻ അറ്റുപോകും. ചിലപ്പോൾ കുറച്ച് മനുഷ്യന്മാർ കിടന്ന് പടയ്ക്കും, അത് കഴിയുമ്പോൾ ജീവൻ അറ്റുപോകും. കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ ചീർക്കാൻ തുടങ്ങും, കുറച്ചുകൂടെ കഴിയുമ്പോൾ ദുർഗന്ധം വരാൻ തുടങ്ങും, കുറച്ചുകൂടെ കഴിയുമ്പോൾ പുഴുവരിക്കാൻ തുടങ്ങും. ചില ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ കുറെ അസ്ഥി കൂടകൾ അവിടെ ചിതറി കിടക്കുന്നത് കാണാം. ഇതാണെന്ന് ഡിനോമിനേഷൻ ചർച്ചകൾ നടക്കുന്നത്. ക്രിസ്തുവില്ലാത്ത സഭകളെ അസ്ഥികളാണ് അവിടെ നടക്കുന്നത്. ഈ അസ്ഥികളോടാണ് ഞങ്ങൾ ഇത് കൃപയിൽ പ്രാപിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നത്. എസെക്കിയേൽ വിളിച്ചു പറഞ്ഞതുപോലെ, അസ്ഥികളെ ദൈവത്തിന്റെ ശബ്ദം കേൾക്ക്, ശബ്ദം കേൾക്ക്. അസ്ഥി അസ്ഥിയോട് വന്ന് ചേരട്ടെ. അപ്പോഴാണ് മാംസം വരുന്നതും ഞരമ്പ് വരുന്നതും തൊക്ക് പിടിക്കുന്നതും വലിയൊരു ശക്തിയായിട്ട് എഴുന്നേൽക്കുന്നത്. കർത്താവ് വരുമ്പോൾ അസ്ഥികളെല്ലാം നോക്കുന്നത് വൺ ബോഡി, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതാണ് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടതെന്നറിയാം ആത്മാവിൻ്റെ ഐക്യത. IPCക്ക് ഒരു ആത്മാവ്, അവിടുത്തെ കൂട്ടായ്മയ്ക്ക് ഒരു ആത്മാവ്, ഇവിടുത്തെ കൂട്ടായ്മയ്ക്ക് ഒരു ആത്മാവ്, ചാരോനൊരാത്മാവ്, ചർച്ച് ഓഫ് ഗോഡിന് ആത്മാവ്. പേര് കേട്ട തറവാടി കുടുംബങ്ങളിൽ വന്നവർക്ക്, അവിടുന്ന് വന്നവർക്ക് ഒരു കർത്തൃമേശ, ഹിന്ദു മതത്തിൽ വന്നവർക്ക് വേറെ കർത്തൃമേശ, ഇസ്ലാമിൽ നിന്ന് വന്നവർക്ക് വേറെ കർത്തൃമേശ, കത്തോലിക്കിൽ നിന്ന് വന്നവർക്ക് വേറെ കർത്തൃമേശ. ഇതൊന്നും ആത്മാവിൻ്റെ ഐക്യതയല്ല. പറയുമ്പോൾ പുളിപ്പ് തോന്നും, പക്ഷെ നടക്കാൻ പോകുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വെച്ചാലൊന്നും കർത്താവിൻ്റെ ശരീരമാകാൻ പറ്റില്ല. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടാനും പറ്റില്ല. ശക്തിപ്പെടാൻ എന്താ ചെയ്യേണ്ടത് അറിയുമോ? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. ഇതാണ് സഭയ്ക്ക് പറ്റിയത്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല. രാഷ്ട്രീയ വേഷം ധരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചു, തെരഞ്ഞെടുപ്പ് സത്യപ്രതിജ്ഞ കഴിഞ്ഞു. ആദ്യം പോയത് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിലേക്ക്. നല്ല കാര്യം, ഹിന്ദുക്കളുടെ വോട്ടും വേണം. അവിടെ വന്നാ ഉടുപ്പ്, അവിടെ പോയി ഡ്രസ് കോഡ് ഉണ്ട്, വസ്ത്രം ധരിച്ചു പോകാൻ പറ്റില്ല, മേൽവസ്ത്രം ധരിക്കാൻ പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി യോഗ്യമായ വസ്ത്രം ധരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒന്ന് സെൽഫ് ഡ്രസ് ഇട്ടു. ഇതേ വ്യക്തി തന്നെ പെന്തക്കോസ്ത് കൺവെൻഷൻ വരുമ്പോൾ വെള്ളമുണ്ട്, വെള്ള ഷർട്ടും ഒരു ബൈബിള് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ചരിത്രത്തിൽ കണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രാജാക്കന്മാരെയും മന്ത്രിമാരെയും ബഹുമാനപ്പെട്ട എല്ലാവരും നമ്മൾ വളരെ ഭക്തിയോടുകൂടി ആദരിക്കുകയും
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, സാധാരണ പ്രാർത്ഥനയല്ല, പക്ഷപാതം ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ട് ദൈവരാജ്യത്തിന് ഹിതപ്രകാരം ഭരിക്കണം, നല്ല രീതിയിൽ ഭരിക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്റഗ്രിറ്റിയെ മാനിച്ചുകൊണ്ട്, ധാർമ്മികതയെ മാനിച്ചുകൊണ്ട് ഭരിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. മനുഷ്യരാലും മറ്റാരെങ്കിലും വശീകരിക്കപ്പെടാതെ നല്ല ഭരണം നടത്താൻ ഒരു കൃപ കൊടുക്കണമെന്ന് നമ്മ പ്രാർത്ഥിക്കേണ്ടത്, നമുക്കതിൻ്റെ ഉത്തരവാദിത്വമുള്ളത്. പക്ഷേ അവരിൽ കൂടെ ദുഷ്ടന്റെ പ്രവൃത്തി വരാതിരിക്കാൻ നോക്കണം. അവരിൽ കൂടെ സഭയ്ക്കകത്ത് ഡിഫൈൽമെന്റ് വരാതിരിക്കാൻ നോക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാന്തി എന്ന് പറയുന്നത് കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമാണ്. ഇതിനകത്ത് പുറമേ നിന്നുള്ള സോഴ്സ് വരാൻ പാടില്ല. നമ്മൾ അധികാരികൾക്കും രാജാക്കന്മാർക്കെല്ലാം വലിയ ബഹുമാനം, ആദരവ് കൊടുക്കുന്നവർ തന്നെയാണ്. പക്ഷേ ദൈവസഭയെ പരിപാലിക്കുന്ന ഉത്തരവാദിത്വം ദൈവദാസന്മാരുടെ കയ്യിലാണ്. നീ കെട്ടിയടച്ചില്ലെങ്കിൽ നിന്നെ മാറ്റിയിട്ട് വേറൊരുത്തരവിടെ സ്ഥാപിക്കാൻ ദൈവത്തിന് സാധിക്കും. ഇതിൻ്റെയൊക്കെ അധികാരം നടക്കുന്നത് ഈ ക്രിസ്തു വസിക്കുന്ന സഭയിൽ കൂടിയാണ്. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 19 തുടങ്ങി 23 വരെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നില്ല. ഇനി നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യേകാശയായി വിളിച്ചതുപോലെ ശരീരം ഒന്ന്. IPCക്ക് ഒരു ശരീരം, അതിനകത്ത് പല പല ഡിവിഷൻസ് വേറെയുണ്ട്. അതിനെ പറഞ്ഞ് മലർന്നു കിടന്ന് തുപ്പേണ്ട കാര്യമില്ലല്ലോ. ചർച്ച് ഓഫ് ഗോഡിന് വേറെ ശരീരം, ഷാരൂന് ഒരു ശരീരം, സ്വതന്ത്രന്മാർക്ക് വേറെ ശരീരം, ഇങ്ങനെയില്ല. ഒരു ബോഡിയേ ഉള്ളൂ. അതിനാ പറഞ്ഞത് ക്രിസ്തു വസിക്കും. നിങ്ങളുടെ ജീവനായ ക്രിസ്തു നിങ്ങളിൽ വെളിപ്പെടുമ്പോൾ ഈ ഞാൻ എൻ്റെതൊക്കെ അങ്ങ് പോകും. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ എൻ്റെ ഇത് പൊങ്ങി നിൽക്കും. നിങ്ങളുടെ ജീവനായ ക്രിസ്തു വരുമ്പോഴല്ല അത് വെളിപ്പെടും, നല്ല ഉറപ്പാ. പക്ഷെ ഇപ്പോൾ വെളിപ്പെടണമെങ്കിൽ നാം പരിശുദ്ധാത്മാവായിട്ട് ചില പ്രവൃത്തികൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശിക്കായി വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. ഇപ്പോൾ ഇലക്ഷന്റെ റിസൾട്ടിനെ കുറിച്ച് കൊണ്ട് കുറച്ച് ആളുകൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ പ്രവചിച്ചു 100-ൽ കൂടുതൽ സീറ്റുകൾ കിട്ടും, പല മന്ത്രിമാരും നഷ്ടപ്പെട്ടു പോകും, അങ്ങനെ പ്രവചിച്ചു. അതേപോലെ തന്നെ ഒരു മുസ്ലിം ഒരാളും പ്രവചിച്ചു 100-നും 102-നും ഇടയ്ക്ക് സീറ്റ് കിട്ടും. കൃത്യമായിട്ട് 102 കിട്ടി. 14-ന് 17 മന്ത്രിമാർ സ്ഥാനം നഷ്ടപ്പെട്ടു, 14 പേര് നഷ്ടപ്പെട്ടു. അപ്പൊ ആരാ ആത്മാവിൽ പ്രവചിക്കുന്നത്? ഇത് ഏതാ ആത്മാവിലാണ് 2 പേര് പ്രവചിച്ചത്? ഇത്തരം മോശങ്ങളാണ് പറഞ്ഞത് കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം. അനേകര പ്രവാചനെ അങ്ങ് പൊക്കി, നിന്നിലും അതേ സ്പിരിറ്റ് കടന്നു. സ്തോത്രം. ഞാൻ പേഴ്സണൽ അനുഭവം പറയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി നല്ല ആത്മാവിലും ശുശ്രൂഷയോടിരുന്ന ദേവദാസൻ സ്പിരിറ്റ് കൂടിയിട്ട് കുറച്ച് ക്യാമ്പയിന് വേണ്ടി പ്രവർത്തിച്ചു. പിന്നെ മണിക്കൂറോളം അതിന് മെനക്കെടേണ്ടി വന്നു അതിൽ നിന്നൊന്ന് സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട്. അതിന് ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ. അപ്പൊ ഒരു കർത്താവ് അല്ലേ ഉള്ളൂ? അനേക കർത്താക്കന്മാരുണ്ട്, അനേക കർത്താക്കന്മാരുണ്ട്. മറ്റൊരു യേശു, കരുണയുടെ കർത്താവ്, താടി മീശയുള്ളവൻ, ഓരോരോ മൂവികളിലുള്ള ഓരോരോ കർത്താവ് പലരുടെ ഹൃദയത്തിലിരിക്കുന്ന പലതാ. ആത്മാവിൽ വിവേചിക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് പിന്നിലിരിക്കുന്ന എന്താ സാധനം എന്ന്. അന്യഭാഷ പറയും, എല്ലാം പറയും. നല്ല മോറൽ ലൈഫായിരിക്കും കാണുന്നത്. വിശ്വാസികളെ പോലും വലച്ചു കളയുന്ന വിധത്തിലായിരിക്കും. പാസ്റ്റർമാരെ പോലും വലച്ചു കളയും. വിശ്വാസം ഒന്ന്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത്. എന്താ വിശ്വാസം എന്ന് പോലും അറിയില്ല. ബാക്കി ഉടനെ പറയും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ. വാക്യമെല്ലാം കറക്റ്റാ. വിശ്വാസം ഒന്ന്, ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിലുള്ള ആശ്രയം ഒന്ന്. അതല്ലാത്ത ഒന്നും ചർച്ച വസ്തുക്കയില്ല. ഒടുവിൽ കർത്താവിൽ ബലം കിട്ടുകയില്ല. സ്നാനം ഒന്ന്. ക്രിസ്ത്യണ്ടത്തിൽ തന്നെ എത്ര സ്നാനമുണ്ട് നിങ്ങൾ തന്നെ നേടി നോക്കിയാൽ മതി. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിൽ ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇതെല്ലാം നടന്നു. ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്. ഈ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമാകണമെങ്കിൽ ഞാൻ ആദ്യം അല്പമൊന്ന് പറഞ്ഞതേ ഉള്ളൂ.
ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് സബ്മിസീവ് ആണ്. വേഴ്സ് 2 തുടങ്ങി വേഴ്സ് 6 വരെ, ഇവിടെ വേഴ്സ് 2 തുടങ്ങി വേഴ്സ് 6 വരെ ഒന്ന് വായിക്കുക. എന്നിട്ട് കൈവച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് ഈ കൃപയിൽ എന്നെ ഒന്ന് നടത്തിയണമേ. കുറച്ച് വില കൊടുക്കേണ്ടി വരും, പക്ഷേ നിങ്ങളുടെ ജീവനായി ക്രിസ്തു നിങ്ങളിൽ വെളിപ്പെട്ടല്ലാതെ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മളിൽ കൂടെ പുറത്തു വരികയില്ല. പക്ഷെ നിങ്ങൾ നല്ലൊരു സമർപ്പണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടക്കാൻ സാധിക്കും. ദൈവവചനം ബോഷ്കല്ല, ദൈവം ബോഷ്ക്ക് പറയുന്നവനല്ല. നടക്കാൻ പറ്റുന്നൊരു കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വയ്ക്കുകയില്ല. അതുകൊണ്ട് കെട്ടിയടച്ചിരിക്കുന്ന തോട്ടമായി, അടച്ചിരിക്കുന്ന നീരുറവയായി, മുദ്രയിട്ടിരിക്കുന്ന കിണറായി നിൽക്കാൻ തക്കൊണ്ട് ശ്രമിക്കണമെങ്കിൽ ഇതെല്ലാം നടക്കണം. അപ്പോഴാണ് ഒടുവിൽ എന്ന വാക്കിനും കുറേ നടക്കാൻ പോകുന്നുള്ളൂ, ചില മാസങ്ങൾ വേണമെങ്കിൽ എടുക്കും. ഒടുവിൽ എന്ന ആ വാക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതാകുമ്പോഴാണ് നിങ്ങളുടെ ജീവനായി ക്രിസ്തു നിങ്ങൾ വെളിപ്പെടുകയും ആ അമിതബലം നമ്മൾ കൂടെ വെളിപ്പെടുന്നത്. അപ്പോഴാണ് നമുക്ക് പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പരാജയപ്പെടുക മാത്രമല്ല, അവരുമായിട്ട് കോംപ്രമൈസ് ആകും, പിന്നെ അവൻ്റെ ശുശ്രൂഷകന്മാരാകും. ഇത് നമുക്ക് പെന്തിക്കോസ് കോളേജ് നല്ലവണ്ണം കാണാം. പെന്തിക്കോസ് പറയുമ്പോൾ നമ്മൾ പെന്തിക്കോസിനെ കുറ്റം പറയല്ല, മറ്റെല്ലാം അത് തന്നെയുള്ളൂ എന്ന് കർത്താവിൻ്റെ ശരീരമാണ് സഭയെ ഡിഫെൻഡ് ചെയ്യുവാൻ, പ്രൊട്ടക്റ്റ് ചെയ്യുവാനാണ് ഞങ്ങൾ ഇതൊക്കെ വിളിച്ചു പറയുന്നത്. അത് ഓരോരുത്തരും സൂക്ഷിക്കുക. കർത്താവ് ഞാൻ മുഖാന്തരം നിന്റെ ശരീരം ഡിഫൈലാകല്ലേ, എനിക്ക് പരിജ്ഞാനമില്ല, നീ നിർത്തിയാൽ ഞാൻ നിൽക്കും, നിന്റെ കൃപ എനിക്ക് മതിയെന്ന് ധൈര്യമായിട്ട് പറയാം, താഴ്മയോടെ. ദൈവമേ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, നിന്റെ ശരീരമാണ് സഭയെ പരിപാലിക്കുന്നത്, നീ തളരുകയില്ല കർത്താവേ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുന്നതല്ലേ. നിന്റെ ശരീരത്തെ പരിപാലിപ്പാൻ പണിതെടുക്കുവാൻ മതിയായവരാണ്. ശത്രു ഏതെല്ലാം മാർഗമൊരുക്കാലും ഏതെല്ലാം ഉപായമൊരുക്കാലും കർത്താവേ, നിനക്കുള്ളതിനെ പണിയാൻ നീ വിശ്വസ്തനാണ്. ആ കൃപയിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും, ഇനി കർത്താവ് ഫ്യൂച്ചർ യൂട്യൂബിൽ കൂടെ കേൾക്കുന്നവരെയും നിൻ്റെ ആത്മാവിൽ ഭരമേൽപ്പിക്കുകയാണ്. നിൻ്റെ കൃപ മതി. ഇസ്രായേലിൽ നിൻ്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം.